സാധനങ്ങൾ എത്രത്തോളം നമ്മുടെ ഈ 3 ബോയ്സിന് അറിയാമെന്നുള്ളത് നോക്കാൻ വേണ്ടി പോവാണ്. ഈ 3 ബോയ്സ് ഒന്നിച്ച് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു ചാലഞ്ച് ആണ് കേട്ടോ അത്. അല്ല, ഇവരെ 3 പേരും കയ്യിൽ കിട്ടിയ സമയത്ത് ഞങ്ങൾക്ക് കുറെ ചാലഞ്ചസ് അങ്ങോട്ട് പരീക്ഷിക്കണം. ഐഡിയാസ് ഇങ്ങനെ വരിക. അപ്പൊ എന്തായാലും ഇവരെ പിടിച്ചിരുത്തിയിട്ട് ഇന്ന് ഞാൻ ചാലഞ്ച് ചെയ്യാന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. കുറച്ച് ദിവസം ഇവരെ കഷ്ടപ്പെടുത്തി ഞങ്ങൾ നമ്മളടുത്തുള്ള കുറെ ചിലപ്പം ഇവർക്ക് കണ്ടു പരിചയമുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഇവര് ഇതെന്താ സാധനം എന്ന് വരെ അത്ഭുതത്തോടു കൂടി നോക്കുന്ന സാധനങ്ങൾ വരെ നമ്മുടെ കയ്യിലുണ്ട്. അത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇവരെ കൊണ്ട് ഈ ചാലഞ്ച് ചെയ്യിക്കാൻ പോകുന്നത് കേട്ടോ. ചില സാധനങ്ങൾ ഇവര് കണ്ടിട്ടുണ്ടാവും, ചിലത് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഇവര് കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ പല ഞങ്ങളെ കയ്യിൽ എന്താ പറയാ ഇവര് കാണാത്ത സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ആരാണോ തിരിച്ചറിഞ്ഞ് നമ്മുടെ മുന്നിലുള്ള ഈ ബുക്കിൽ എഴുതുന്നു അവരായിരിക്കും ഇന്നത്തെ ചലഞ്ചിൽ വിന്നർ ആയിട്ട് വരിക. ആ വിന്നർക്ക് അപ്പൊ എത്രത്തോളം ഗേൾസിന്റെ കാര്യങ്ങൾ അറിയാന്നുള്ളതും ഇന്ന് തെളിഞ്ഞു കിട്ടും. നിങ്ങൾക്ക് 3 ആൾക്ക് പോകുന്നത് ആരാണ് ഇതിൽ ജയിക്കാൻ ചാൻസ് ഉള്ളത്? അമലാണ് ഞാൻ പൊട്ടാൻ സാധ്യതയുണ്ട് ഗൈസ്. ഞാനും സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ആരാ പൊട്ട് ആരാ ജയിക്കാൻ അറിയില്ല. അപ്പൊ ഇന്നറിയാം ഗൈസ് ഇവർക്ക് എത്രത്തോളം ഗേൾസിന്റെ ഓരോ സാധനങ്ങൾ എത്രത്തോളം നോളേജ് ഉണ്ട് എന്നുള്ളത്. റെഡി അല്ലേ എല്ലാരും? റെഡി അല്ലേ? അപ്പൊ തുടങ്ങിയാലോ ഓരോന്നായിട്ട്. അതിന് മുന്നേ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല അതൊന്നുമില്ല, പക്ഷെ അറിയേണ്ടത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോ ഇവിടെ പ്രശ്നമാവും, ബാക്കിൽ നിന്ന് തല്ലി വരാൻ ചാൻസ് ഉണ്ട്. എല്ലാരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് ഓരോരോ സാധനങ്ങൾ ഇവരുടെ മുന്നിൽ കൊണ്ടുവെക്കാം. കണ്ണടച്ചോളൂ. കണ്ണടയ്ക്കാനല്ലേ? കണ്ണടയ്ക്കണം. ഓക്കെ, റെഡി. നമുക്ക് എടുത്ത് നോക്കാൻ പറ്റും. നിങ്ങൾക്ക് എടുത്ത് കയ്യിൽ നോക്കാം, കയ്യിലിട്ട് തിരിക്കാൻ എന്ത് വേണമെങ്കിലും. ഞങ്ങൾക്ക് അധികം നേരം കണ്ണടച്ചിരിക്കാൻ പറ്റില്ല. വേണ്ട, ആദ്യം കുറച്ച് ടഫുള്ള തന്നെ മതി. അതല്ലേ കാരണം നമ്മൾ ടഫുള്ള കണ്ടുപിടിച്ച അവരുടെ കോൺഫിഡൻസ് മുറിയും. അതെ, പേടിക്കൊരു ഇത് ഇതാണ്. ഇത് നമുക്ക് ഇത് വെച്ചിട്ട് മറക്കാം. അത് ഞങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. ആ സ്റ്റിക്കർ വെച്ച് പറക്കരുത്, പറിച്ചാൽ മൈനസ് മാർക്ക് കിട്ടും. ഓക്കെ ഓക്കെ, റെഡി? ഇത് എനിക്ക് തോന്നണ കാക്കറിയാൻ ചാൻസ് ഉണ്ട്. എടുത്തോക്കട്ടെ. എടുത്തു നോക്കിയോ, സ്റ്റിക്കർ പറക്കരുത് എന്നേ ഉള്ളൂ. കാക്ക മുകളിലോട്ടേക്ക് നോക്കിട്ടാ ഇങ്ങനെ കണ്ടുപിടിക്കും. അല്ല, ഞാൻ എന്റെ പേര് ആലോചിക്കാം. നോക്ക്, കൊറേ നേരം തരില്ല. വല്ലാതെ അതിന്റെ വർക്കിംഗ് നിങ്ങൾ നോക്കണം. എഴുത്, ഇങ്ങനെ നോക്കി കണ്ടുപിടിച്ചിട്ട് എഴുതിക്കോ. അതിന്റെ യൂസ് എന്താന്നുള്ളത് ഏകദേശം തോന്നി എഴുതിയാ മതി. അതിന്റെ പേര് ഇതില് റീഡിംഗ് ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. നോക്കട്ടെ, എനിക്ക് ഇതിന്റെ ഷേപ്പൊക്കെ കണ്ടിട്ട് ഒരു സാധനം തോന്നുന്നു. ഞാനത് എഴുതാം. നല്ലത് എഴുതി വെക്കണം. ഇതേപോലത്തെ ഒരു സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എഴുതി. ചെയ്തിയോ? കൂടുതൽ അറിയാതെ സാധനം മനസ്സിലാവില്ല. എഴുത്, എന്തെങ്കിലും എഴുതിക്കോ. നിനക്കാ കഴിഞ്ഞ് കാക്ക കഴിഞ്ഞ്. ഓക്കെ, പറഞ്ഞോ. 3, 2, 1 ഗോ. ഫേഷ്യൽ ഹെയർ റിമൂവർ നിക്കാക്ക എഴുതി. ബ്ലഡ് പ്രഷർ ഞങ്ങൾക്ക് മാത്രമല്ല ബ്ലഡ് പ്രഷർ. പിന്നെ പ്ലക്കർ പിരികം പറിച്ചെടുക്കുന്ന സാധനം. ഇത് 3 അല്ല എന്ന് ഞങ്ങൾ പറയുന്നു. അതെ, ഇത് 3 അല്ല സാധനം. ആ സ്റ്റിക്കർ ഒന്ന് പറിച്ചു സ്കിൻ ഡിറ്റക്ടർ ആണത്. സ്കിന്നിലുള്ള മോയ്സ്ചർ എത്രത്തോളം ഉണ്ട്, ഓയിൽ എത്രത്തോളം ഉണ്ട്, ഇത് ഡിറ്റക്ട് ചെയ്യുന്ന സാധനമാണിത്. അങ്ങനത്തെ സാധനം ഉണ്ട്. ഇത് നമ്മള് വണ്ടി കാറിന് മറ്റേ പെയിന്റ് ടെസ്റ്റ് ചെയ്യുന്ന കാറിനെ പറ്റി അറിയാം, ഞങ്ങൾ സ്കിന്നിനെ പറ്റി. അതെ, പനി നോക്കാനുള്ള നോക്കട്ടെ.
ഇങ്ങനെയൊക്കെ നാവിലെ എനിക്ക് 0-0 കാണിക്കണേ. മോയ്സ്ചറേ ഇല്ല അതുകൊണ്ട്. ഇത് ശരിയില്ല, രസമില്ല. അത് വേറെ ഏതുണ്ടോ? നെക്സ്റ്റ് റൗണ്ട് പോവല്ലേ? അപ്പൊ ഈ round 0 അല്ലേ? അത് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് സല്ലു പറഞ്ഞു ഫസ്റ്റ് റൗണ്ട് തന്നെ നല്ല ടഫ് കൊടുക്കുക, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വന്നത്. ഇനി അടുത്ത വേണേ സിമ്പിൾ വേണേ പറഞ്ഞോ. അപ്പൊ ഫസ്റ്റ് റൗണ്ട് 0. ഈ എങ്ങനെ വന്നാലും നോക്കണ്ടത് തൂക്കും. നല്ല കോൺഫിഡൻസ്. ഇനി നമുക്ക് അടുത്തത് വെക്കാം. കണ്ണടച്ചോ? ഓക്കെ, അടുത്ത ഇനിയിപ്പോ എന്താണാവോ കുറച്ചോനെ. ഒരു മാർക്കെങ്കിലും കിട്ടും. ചെറിയ തെറ്റാണ്. ഏത്? അതെ. ഫസ്റ്റ് നീ തന്നെ പൂജ കിട്ടി ഞാൻ ജയിക്കുക? അതല്ല, എനിക്ക് തോന്നുന്നത് എനിക്ക് കുറച്ചും കൂടി അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലടാ, ഞാൻ തോൽക്കും. ഗൈസ് അങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. അടുത്ത റൗണ്ടിൽ നമ്മൾ വെക്കാൻ പോകുന്നത് ഈ സാധനമാണ്. ഈ സാധനം പേര് പറയാൻ പറ്റില്ല, നമ്മൾ ഇവിടെ എഴുതി കാണിക്കുക. അതായത് വെച്ചോ? ഓക്കേ, റെഡി 3 2 1 ഗോ. കണ്ടിരുന്നോ? ഇതൊക്കെ എന്താ? ചെറിയ ഡസ്റ്റ്ബിൻ, കണ്ടത് ഇപ്പൊ പുറത്ത് വീഴും. ചെറിയ ഡസ്റ്റ്ബിൻ ടെസ്റ്റ് ചെയ്യുമോ? വേഗം വേഗം നോക്കോളൂ മക്കളെ, കുറെ ടൈം എടുക്കാൻ തരില്ല. കോപ്പി ചെയ്തരുത്. അയ്യോ തോക്കും തോക്കുന്നു പറഞ്ഞ അച്ഛണ്ടാവുന്ന തോന്നുന്നു. ഇങ്ങനെ എന്താ? ബാക്കിയുള്ള രണ്ടാൾ എസ് എഴുതുകയാണോ അവിടെ? ഒരു അതിനെ പറ്റി വർണ്ണിക്കുന്നു. ഒളിപ്പിച്ചു വെക്കുക, അല്ലെ കോപ്പി അടിക്കപ്പെടും. ഞാൻ കോപ്പി അടിക്കുന്നു അല്ലേ? ഞാൻ കോപ്പി അടിക്കുന്നില്ല. കാക്ക ലോഡിംഗ് ആണ്. പെട്ടെന്ന് തോന്നി. ഞാനാണ് എനിക്ക് തോന്നുന്നത് പട്ടിയിലുണ്ടെങ്കിൽ അതൊക്കെ ഗേൾസ് പൊതുവെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് അല്ലേ? അതെ, സല്ലു മാത്രമേ തന്നെ എഴുതാൻ ബാക്കിയുള്ളൂ. കാക്ക ടൈം ഔട്ട് ആവുക ഇപ്പൊ. വേഗം എഴുതിക്കോ. 10 9 8 7 6 5 4 തോറ്റു. റെഡി കാണിച്ചോ. 3 2 1 ഗോ. കേൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, ഹെയർ കേളിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം സ്ക്രബ്ബർ. എഴുതി വെച്ചത്, ബാക്കി രണ്ടുപേരും എഴുതിയത് കറക്റ്റ് ആണ്. എത്ര മാർക്കാ? ഇതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഹെയർ ഈ മുടി ഇങ്ങനെ അറ്റത്ത് വെച്ചിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കും. ഇത് ഒന്നല്ല, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇവിടെ ഫുൾ ആക്കിയിട്ട് ഓവർനൈറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മള് മുടി ഊരി എടുക്കുന്ന സമയത്ത് കണ്ടോ മുട്ടിങ്ങനെ ചുരുള. ഓക്കെ. അപ്പൊ ഇവർക്ക് രണ്ടാക്കും അറിയാം. കാക്ക സ്ക്രബ്ബർ എന്നാ എഴുതിയാൽ തെറ്റ് പറയാനൊന്നുമില്ല, കാരണം സ്ക്രബ്ബർ പോലെ തോന്നുന്നുണ്ട്. സാരല്ല, ഓട്ടെ. ആവശ്യമില്ലല്ലോ, അല്ല സ്കിന്ന് പറഞ്ഞു വരുന്നുള്ളൂ. പോടാ. ഇനി അടുത്ത സാധനം ഉണ്ടാക്കട്ടെ, അടുത്തെങ്കിലും സ്കോർ ചെയ്യണം. ബാക്കി രണ്ടുപേർക്കും ഭയങ്കര പൊട്ടു. എനിക്ക് ഒന്നിന്റെ പേര് അറിയില്ല. കണ്ടറിച്ചോ. അടുത്ത നമ്മൾ വെക്കാൻ പോകുന്നത് ഇതാണ്. ഇതെന്താ സാധനം എന്നുള്ള ഫോട്ടോ കൊടുക്കാം. അതെ, ഫോട്ടോ വിത്ത് പേര് നമ്മൾ ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇത് ഒരു ഐഡന്റിഫൈ ചെയ്യുമെന്നുള്ള നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നില്ല ഗൈസ് ഒരു ഇത് ഐഡന്റിഫൈ ചെയ്യുന്നു. 3 2 1 ഗോ. കണ്ടോ? ഇതെന്താ, റബ്ബറോ? പണ്ട് ഗൾഫിന്നൊക്കെ കൊണ്ടുവരല്ലേ റബ്ബർ? ഇത് ഷർട്ട് വളർത്തിരുന്നാണോ? അമലേട്ടൻ എന്തോ വരുന്നുണ്ട് ഇങ്ങനെ. നീ തരൂ. ഇത് ഈ സാധനം ഏതാ? അത് നോക്കി എന്നിട്ടും കാര്യമില്ല. നിങ്ങളിങ്ങനെ സങ്കടപ്പെടാതെ ഗൈസ്. എനിക്ക് ഓരോ റൗണ്ട് കഴിയുമ്പോൾ പ്രഷർ കൂടുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒക്കെ ഒരു സാധനം ഞാൻ ഇതുവരെ കാണാത്ത. എന്തോ മനസ്സിലായി. അത് ബിൽഡപ്പൊന്നും വേണ്ട, എനിക്കറിയില്ല, വെറുതെ എനിക്ക് എഴുതി വെക്കാലോ. അറിയുന്നവർ എഴുതിക്കോളൂ, അറിയാത്തവർ നോക്കി. അത് എന്തിനായിരിക്കും യൂസ് ചെയ്യാന്നൊന്ന് ആലോചിക്കുക. ക്ലൂ കൊടുക്കാൻ പറ്റുമോ? ക്ലൂ കഴിഞ്ഞുപോയി. ഇപ്പൊ നിങ്ങളിലൂടെ കടന്നുപോയി. ഞങ്ങളത് പറഞ്ഞില്ല. നിങ്ങളോട് കടന്നു പോരാ. കാക്ക ഒന്നുകൂടെ ആലോചിക്ക്. ഞങ്ങളിലൂടെ കടന്നുപോയി. ഞങ്ങളിലൂടെ കടന്നുപോയി. മതി ഇനി അവിടെ വെച്ചേ. കുറെ നേരമായി. മതി കുറെ നേരമായി. ഓക്കെ, അയ്യോ ആലോചിച്ചോ. പക്ഷെ കൈ
1 2 3 4 5 6 5. ഞാൻ പിന്നെയും പറയുന്നു, പേരറിയില്ലെങ്കിൽ എന്താന്നുള്ളതൊന്ന് എഴുതി വെച്ചാൽ തോന്നുക എഴുതി ഇത് കണ്ടിടിക്ക് ഒന്നും തോന്നില്ല. എനിക്ക് കിരീടം പോലെയാ തോന്നുന്നേ. അത് ശരിയാ, അതുകൊണ്ട് ഒരു അല്ലേ? അതേ ഉണ്ട്. എന്നാ കിരീടം നെയ്തറിയ എനിക്കൊന്നും എഴുതാറിയില്ല. കിരീടം എന്നാ ഒന്നുകൂടി ഒന്ന് ഞാനൊരു ക്ലൂ തരാം. ആ ക്ലൂ കാക്കയിലൂടെ കടന്നുപോയി. ഈ റൗണ്ടിൽ തന്നെ കാക്ക ട്രൈ ചെയ്തു. അതെ, ഞാൻ ട്രൈ ചെയ്തു. ട്രൈ ചെയ്തു. വല്ലാത്തൊരു വൃത്തിയുടെ ക്ലൂ അത്. വൃത്തിയുടെ ക്ലൂ അല്ല, കാക്ക നമ്മള് പറഞ്ഞു തരുമ്പോ മനസ്സിലാവും അത് വളരെ നല്ല ക്ലൂ ആയിരുന്നു. അപ്പൊ വെട്ടിയത് ക്ലൂ എനിക്ക് എന്നാലും ഓനാ കിട്ടിയല്ലേ? അതെ അതെ ഒന്നുകൂടെ ഒരു ക്ലൂ കൂടെ. അത് അതിനെക്കാട് വലിയ ക്ലൂ ഇല്ല. അതാണ് അല്ലേ ഷാമി, അതിന്റെ ഒരു വശത്ത് കൂടെ അതെ. എന്ത് മതി, ഇനിയില്ല ടൈം കഴിഞ്ഞ് മതി, എഴുതണ്ട. ഞാൻ ഒന്നും എഴുതിയില്ല. ഉറപ്പല്ലേ? എന്താ ഫിംഗർ മസാജ് ചെയ്യുന്ന സാധനം എന്നാണ് ജുനിക എഴുതിയത്. നെയിൽ പോളിഷ് ചെയ്യാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടി. അയ്യോ ഞാൻ എന്താ ചെയ്തേ? അതല്ലേ പറഞ്ഞത്, കാക്ക ട്രൈ ചെയ്ത് അതായത് ഗൈസ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ കാല് പെഡിക്യൂർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ കാലിൽ ഇങ്ങനെ വിരലുകൾ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അപ്പൊ നെയിൽ പോളിഷ് ഇടുന്ന സമയത്ത് ഇങ്ങനെ തട്ടി പോവില്ല, അതിന് യൂസ് ചെയ്യുന്നതാണ് ഇത്. കൊണ്ട് 5 മാർക്ക്. അനക്കൊന്നുമില്ല, ഫിംഗറിന് മാത്രമേ ഉള്ളൂ. ജുൻക പറഞ്ഞ ശരിയല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഓരേക്ക് ജയിക്കാന്ന്. അപ്പൊ എനിക്ക് 2 റൗണ്ട് ജയിച്ച് 10 മാർക്ക്. 5 മാർക്ക്. എനിക്ക് 0. ഞാൻ ഡെമോ കാണിച്ചു തന്നില്ല, എനിക്ക് 3 മാർക്കെങ്കിലും തന്നോളെ. അല്ല ഞാൻ എന്താ പറയാ വിചാരിച്ചേ, അങ്ങനെ വെച്ചപ്പോ വിരലുള്ളിൽ പോണില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും ചെറിയ സാധനത്തിനുള്ളിൽ ഇപ്പൊ ആരെ വിരൽ പ്രാവശ്യം 1 പോയിന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതാ വലയേണ്ടതാണ്. ഓൾ ദി ബെസ്റ്റ്. ഇനി അടുത്ത് ഇപ്പൊ എന്താണ് പോലെ അമലേക്കും ജയിക്കാൻ എനിക്ക് തോന്നുന്നു. അമലേ ജയിക്കുള്ളൂ. ഓൻ കല്യാണം കഴിഞ്ഞല്ലേ? ഇതൊക്കെ കാണാൻ ഇനി ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അനക്കന്റെ കണ്ണിന് ഇന്നുവരെ കണ്ടിട്ടില്ല ഈ 3 സാധനം. അനക്കന്റെ കണ്ണിന് കൂടെ എല്ലാം കടന്നു പോകുന്നുണ്ടാവും, നമുക്ക് ഇതൊന്നും കാണാൻ ഇതാണ് ഇതിന്റെ പ്രവർത്തനം. അതെ, ഇത് വർക്കിംഗ് ആണ് കേട്ടോ. എന്തോ കനുള്ള സാധനം. റെഡി 3 2 1 കളോ. എന്താ കാറ്റടിക്കുന്ന വിഷന? അയ്യോ നോക്കട്ടെ. ഉണ്ട്, വർക്കിംഗ് ആ. ബാറ്ററി ഊരി എടുക്കരുത്. അങ്ങോട്ട് തിരിച്ചാ പോണ്. ഞാൻ അമലേട്ടനെ കൊടുക്ക്. തെറ്റടാ. കോൺഫിഡന്റ് ആണ്. ഒരു കോൺഫിഡന്റും ഇല്ല, ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക. റെഡിയാണോ? കഴിഞ്ഞോ? ഓക്കേ 3 2 1 ഗോ. ഫേസ് മസാജർ. മൂന്ന് പേര് ഗൈസ് ഈ റൗണ്ട് റെഡി ആക്കിയിരിക്കുകയാണ്. വെരി ഗുഡ്. ഇതിനോട് എങ്ങനെ ശരിക്കും മസാജ് ചെയ്യാ? ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ നല്ല രസല്ലേ? ഇതിങ്ങനെ ഗൈസ് വൈബ്രേറ്റ് ചെയ്തത്. അതാ ഇവര് പറഞ്ഞത് ഇത് വർക്കിംഗ് ആണല്ലോ എന്നുള്ളത്. അങ്ങനെ ഈ റൗണ്ടിൽ 5 മാർക്ക്. ഗുഡ് ജോബ്, ഗുഡ് ജോബ്. 3 2 1 ഗോ. കാക്ക ആദ്യം വെച്ച് കീഴടങ്ങി. എന്താ മാന്റെ കൊമ്പ് വരുന്നുണ്ട്. ആ സത്യം. ഇത് മറ്റേ പൊരിച്ചൊക്കെ എടുക്കണല്ലേ? ഇതിന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് താമസിക്കാൻ ശരിയല്ല. ശരിയാണല്ലോ.
അങ്ങനെ ഒരു ഷേപ്പ്. കൈ പിടിക്കാൻ എന്ത് എക്സാം ചെയ്ത കാക്കപ്പത്തെ ചെയ്തേട്ടനെന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു പറയാൻ പറ്റില്ലല്ലോ. ജുനുവിന് എന്ത് തോന്നുന്നു? രണ്ടെണ്ണം എഴുതാൻ പറ്റുമോ? ഇല്ല ഒന്ന് അല്ല അതല്ലടാ ജുൻകാനോട് ചിത്രം വരയ്ക്കാനല്ല പറഞ്ഞേ. എന്താന്ന് എഴുത്, ഗസ് ചെയ്താ മതി. തീരെ സാറ്റിസ്ഫൈഡ് അല്ല എഴുതിയാല്. ഞാൻ ഒന്നുകൂടെ എടുക്കട്ടെ. ഇല്ല. ഇത് മറ്റേ ഇതിന്റെ പഠിപ്പീനെ പോലെ എനിക്കറിയില്ല ഉത്തരം എന്നിട്ട് കറക്റ്റ് എഴുതിക്കൊണ്ടു കാക്കത് പറിച്ചു. അതെ, ഞാൻ വെട്ടിയത് തെറ്റ് ശരിയാണെങ്കിൽ അതിനൊരു 2.5 വാക്യം ഞാൻ എഴുതി. കഴിഞ്ഞോ? ജുൻകാ 3 2 1 ഗോ. കാണിക്ക്. ഐലാഷ് സ്ട്രൈറ്റ് ചെയ്യുന്ന സാധനം. കൺപീലി പ്ലക്ക് ചെയ്യുന്നതാ. ഞാൻ എഴുതിയത് ഫേക്ക് ഐലാഷസ് ഫിക്സ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഒരു സാധനം. പക്ഷെ ജുൻക എഴുതിയത് കൺപീലി പ്ലക്ക് ചെയ്യുന്ന സാധനം എന്നാണ്, കൺപീലി ഫിക്സ് ചെയ്യുന്ന സാധനമാണ്. അതെ, ഞാൻ ഉദ്ദേശിച്ചത് ഈ സാധനം ഇങ്ങനെ വെച്ച് സ്ട്രൈറ്റ് ചെയ്യാൻ. അത് ഇക്കാക്ക മറ്റേ സാധനം. ഞാൻ എന്നോട് അപ്പളേ ഇതൊന്നും യൂസ് ചെയ്യാതെ താങ്കൾ ഇത് എവിടുന്ന് കാണുന്നു? എനിക്ക് അതാ അറിയേണ്ടത്. ഇല്ല, ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പ് ഉള്ളപ്പോ ഇങ്ങനെ വിചാരിച്ചതാ. പിന്നെ അവിടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പക്ഷെ അതിന്റെ മുകളിൽ ആ സാധനം വെച്ച് ഫിക്സ് ചെയ്യുന്നുള്ളത് അതെങ്ങനെ fix ചെയ്യും? മനസ്സിലായി. അത് ഇതിന്റെ മുകളില് ഫേക്ക് ഐലാഷ് അവിടെ അത് ആ പോർഷനിൽ വെക്കും. എന്നിട്ട് കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടി. ഇതിന്റെ മോനെ ഗ്ലൂ ഉണ്ടാവും. അങ്ങനെ എടാ മോനെ, ഇതൊക്കെ ഒരു നോളജ് അല്ലേ? അല്ല, എനിക്ക് പോയിന്റ്സ് ഉണ്ടോ? ഐലാഷ് എന്തിനാ പ്ലക്ക് ചെയ്ത് അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഐലാഷ് പ്ലക്ക് ചെയ്യുന്ന ഞാൻ സാധനം. ആദ്യം ഇത് പുരികം ത്രെഡ് ചെയ്യുന്ന സാധനം. ഞാൻ ഇപ്പൊ വലിച്ചു നോക്കിയപ്പോ വേദന, ഇപ്പൊ നടക്കൂല. അപ്പൊ എനിക്ക് 0 കിട്ടിട്ടാ. എനിക്കും 0. അമലേട്ടന് 5 മാർക്ക്. അടുത്തത് ഇതാണ് വെക്കുന്നത്. ഓക്കെ, റെഡി? 3 2 1 തുടങ്ങാം. ഇത് ഞാൻ കണ്ടിട്ടല്ലോ. ഓണാക്കി നോക്കടാ. ഇത് ചിലപ്പോ എനിക്ക് തോന്നുന്നു ജുൻകാക്ക് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങോട്ടാ. ഓ. ജുൻകാക്ക് അമ്മ ഓർത്തെടുക്കൂ. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല, അതാണ് വിഷയം. കണ്ണടച്ചിരിക്കുന്നോണ്ടാണോ? കാക്ക് മുന്നത്തെ ക്ലൂ വേണമെങ്കിൽ തരണമെങ്കിൽ തരാം. വേണ്ട, എന്റെ മാർക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ക്ലൂ വന്നിട്ട് കിട്ടിയാന്ന് പറയാനല്ലേ. ഞാനെന്തോ എഴുതിയുണ്ട്. 3 2 1 ഗോ. ഫേഷ്യൽ മസാജർ. ഫാരിക ഫേഷ്യൽ മസാജർ എഴുതി. അമലേട്ടൻ എന്ത് എഴുതിയേ? ഫേസ് സ്ക്രബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം. കാൽ പെഡിക്യൂർ ചെയ്യുന്ന സാധനം അല്ലേ? ഗൈസ്, അമലേട്ടനും കാക്കയും പറഞ്ഞത് ഏകദേശം റെഡിയാണ്. അതായത് അത് ഫേസ് സ്ക്രബ് ചെയ്യാനും ആ സ്ക്രബിങ്ങിലൂടെ മസാജറുമാണ് അത്. അപ്പോ രണ്ടും കറക്റ്റ് ആണ്. അതെ, ഇത് പറഞ്ഞ പൊട്ടത്തെറ്റ്. ഞാൻ ആ സാധനം ചെറുതായി മാറിപ്പോയി. അല്ല, ഒരു നിമിഷം ഞാൻ ഇതാണെന്ന് വിചാരിച്ചു പോയി. അല്ല, ജുൻകാക്ക് ഞാൻ മുന്നേ അത് ഉപയോഗിച്ച് തന്നിട്ടുണ്ട് ആ സാധനം. പക്ഷെ ഇതേപോലത്തെ ഒരു സാധനം പെഡിക്യൂർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലേ? ഇല്ല. ആ, ജുൻകാ പറയുന്നത് പെഡിക്യൂർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് ആണ്. ഓ, ഇതേപോലത്തെ ഒരു സാധനം. ആ. ഇത് കേട്ടാ, ഈ സാധനം ഇട്ടത്. ആ, എന്തിനാ? നോക്കാണോ? ഈശ്വര. അത് ഞങ്ങൾ ഇതുവരെ അറിഞ്ഞില്ല. അത് മസാജറാണ്. ഇത് മസാജറാ? അതന്നെ. നിങ്ങൾ നോക്കാൻ ചെയ്യാൻ. അല്ല, അപ്പൻ സൈഡ് മസാജറാ. ഇതൊന്നും ഇനി യൂസ് ഉണ്ടല്ലോ, പിന്നെ ഇത്രയും കൊടുക്കണല്ലോ. ആ, ഇപ്പത്തെ സൈഡ് മസാജർ അല്ലേ? അതുകൊണ്ടാണ് രണ്ടുപേരും പറഞ്ഞ ശരി. ഓ, ഇത് മസാജർ, ഇത് സ്ക്രബും. ഓ, ഓക്കെ. കാണാം കാണാം. നാടിയുണ്ട്. നാണക്കെട്ടില്ലാടെ കിച്ചിലായി. ഇനി അടുത്ത റൗണ്ട് പോവാം. 5 മാർക്ക് അമലേട്ടന്, 5 മാർക്ക് കാക്ക്. കടഞ്ഞു മരി. ജുൻകാക്ക് ഞാൻ ആ സാധനം യൂസ് ചെയ്തെന്നിട്ട് പറഞ്ഞില്ല. അപ്പൊ ഞാനും ഈയും ഡ്രോ ആയില്ലേ? അതെ. അനക്ക് 10 മാർക്ക്, എനിക്ക് 10 മാർക്ക്. 10 മാർക്ക്. അനക്ക് 20 മാർക്ക്. 20 മാർക്ക്. 20? 20 25 മാർക്കോ? 25 മാർക്കോ? ഒറ്റ ചേച്ചി. 5
ഇവന് ട്രെയിനിങ് കൊടുത്തില്ലേ സത്യം പറഞ്ഞോ? എടാ നാളെ ഞങ്ങൾക്ക് 10 മാർക്ക്, എനിക്ക് 25 മാർക്ക്. 15 മാർക്ക് എനിക്ക് മുന്നേ പോവാന്ന് പറഞ്ഞാൽ അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ നമ്മ കല്യാണം കഴിഞ്ഞാൽ സംഭവ അടുത്ത ഇതാണ് കൊടുക്കാൻ പോകുന്നത്. ഇതിന്റെ പേരൊക്കെ ഞങ്ങൾ സ്റ്റിക്കർ വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ കിടന്നോ? അതിന്റെ ഉള്ളിലാണ് സാധനം ഉള്ളത് കേട്ടോ. അത് പറക്കരുത് സ്റ്റിക്കർ. ഉള്ളിലുള്ളത് എടുക്കാനല്ലേ? ഇതെനിക്ക് അറിയാന്ന് തോന്നുന്നു. വേണ്ടേ എല്ലോ ഇപ്പൊ പേടിയാ. ഇതേ അതിലെന്തോ ലിക്വിഡ് ഒക്കെ ഉണ്ട് ഗൈസ്, അതുകൊണ്ട് തന്നെ അത് ഇതായിരിക്കും. അയ്യോ എല്ലാരും കഴിഞ്ഞോ? കഴിഞ്ഞോ? മംഗ്ലീഷ് കുഴപ്പമില്ലല്ലോ. ഇല്ല 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 കഴിഞ്ഞോ? റെഡി അല്ലേ? കാണിക്കാം. ഒരു മിനിറ്റ്, കുറച്ച് എക്സ്പ്ലനേഷൻ ചെയ്യട്ടെ. അത് കാക്ക പറഞ്ഞാലും മതി. സെയിം മാർക്കാണ്. ഓക്കെ റെഡി 3 2 1 ഗോ. പറഞ്ഞോ. കണ്ണിന്റെ മുകളിൽ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഒട്ടിക്കുന്നതില്ലേ? ഓക്കെ. നോസ്ട്രിപ്പ് പോലത്തെ സാധനം. കണ്ണിന്റെ താഴെ ഒട്ടിക്കുന്ന സാധനം ഡാർക്ക് സർക്കിൾ പോകാൻ വേണ്ടി. അതെ ഇവിടെ ഇതുപോലത്തെ ഒരു സാധനം എനിക്ക് മൂക്കിൽ വെച്ചെന്നില്ലായിരുന്നു. പക്ഷെ ഇതെന്താ സാധനം? ഇതിവിടെ ഒട്ടിക്കുന്നതല്ലേ? ഇത് ഇങ്ങനെ കണ്ണിന്റെ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇന്ത്യയിൽ ഡെമോ കാണിച്ചു തരാം. ഇതിങ്ങനെ എടുത്തിട്ട് ഷേപ്പ് നോക്കാൻ ഞാൻ ആ കണ്ണിന്റെ ഷേപ്പ് ഉണ്ടോ എനിക്ക് തോന്നുന്നു. അതിന് മോളിൽ വെക്കുന്നതല്ലേ അല്ല, ശരിയത്? കണ്ണിന്റെ മുകളിൽ ഇവിടെ ഞാൻ ഉദ്ദേശിച്ച പറഞ്ഞു. ഇതിപ്പോ എങ്ങനല്ലേ ഷേപ്പ്? ഇത് തിരിച്ചു വെച്ചു തിരിച്ചു വെച്ച് കഴിഞ്ഞാല് ഗൈസ് ഇങ്ങനെ വെച്ചൂടെ മൂക്കിന്? ശരിയാണ്. ആ നോസ്ട്രിപ്പ് എന്ന സാധനം മറ്റേ നമ്മളെ മൂക്കിന്റെ പോലത്തെ ഇത് പറിക്കുന്നത്. അതിന്റെ ഒരു കാര്യം എന്താണെന്നറിയോ? അത് പറയുന്നത് കുറച്ച് എന്താ സ്റ്റിക്കി ആയിരിക്കും. ഇതേപോലെ stick, വാട്ടറി stick. അല്ല. അല്ല, അല്ല, അല്ല. അത് ഇത് തമ്മിൽ അഭേദ്യമായിട്ട് അതായത് മോയ്സ്ചർ ഉള്ളിലേക്ക് ഇറങ്ങാൻ പാകത്തിന് അത് സെറ്റ് ആയിരിക്കുന്ന സാധനമാണ്. ഓക്കെ ഓക്കെ വീണ്ടും പൂജ കിട്ടിയിരിക്കുന്നു ഗൈസ്. നെക്സ്റ്റ് പോക്ക് ഇത് 30 മാർക്ക്. ഇവ 30 മാർക്കുമായി ഇരിക്കുക അവിടെ. എത്ര ചോദ്യം എത്ര മൊത്തത്തിൽ എനിക്ക് എന്നിട്ട് ഭയങ്കര ഭവ്യത. എനിക്ക് അറിയില്ല. അറിയില്ല. എനിക്ക് അറിയില്ല എന്നൊക്കെ ഞാൻ അത് കണ്ടിട്ടില്ല. എന്നാ അത് കൊണ്ടുപോയി, എനിക്ക് വേണ്ട. ഗൈസ് അടുത്തതായിട്ട് വെക്കുന്ന ഇതാണ്. അറിയാലോ. ഓക്കെ തുറക്കാനായോ? ഓക്കെ റെഡി തുറന്നോ. അറിയാൻ ചാൻസ് ഉണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സാധനമാണ്. കാക്കറിയില്ല. കണ്ടിട്ട് ഒരു സാധനം തോന്നുന്നുണ്ട്, അതെന്നാണെന്ന് അറിയില്ല. വിഷയാണോ? രണ്ട് സംഭവം തോന്നുന്നു. ഈ ചീർപ്പ വിചാരിച്ചില്ലേ? അതല്ലത്. പിന്നെന്താ? അറിയില്ല. എന്തെങ്കിലും ക്ലൂ തരൂ ഗൈസ്. കാക്ക് തലയിൽ വന്ന അതെല്ലാം ആയിട്ട് സാധനം എനിക്ക് തോന്നുന്നു. യൂസ് ചെയ്യാൻ പറ്റുന്ന എഴുതിയോ? എനിക്കൊന്നും മനസ്സിലാവില്ല ഗൈസ്. ഇങ്ങനത്തെ ഒരു സാധനം എൻ്റെ ഉണ്ട്, പക്ഷെ ഇത് ഇങ്ങനത്തെ അല്ല. പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം അതായത് വർക്ക് ചെയ്യുന്നതാ. ഇത് നേരല്ലേ അത് ഓട്ടോമാറ്റിക്. ഓൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓൻ എന്തായാലും അറിയേ. ഓക്കെ റെഡി ഒരു മിനിറ്റ്. റെഡി. 3 2 1 ഗോ. ഹെഡ് ഓർ ഹെയർ മസാജ്? സ്കാൽപ് മസാജർ, ഹെഡ് മസാജർ. ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് നിങ്ങൾക്ക് എഴുതിയത്. അത് Okay. പൊട്ടത്തെറ്റാണ്. നോർമലി മസാജറാണ്. അതന്നെ അത് പോയിന്റ് കൊടുക്കാന്ന് എനിക്ക് തോന്നുന്നേ. ഇല്ല, ജുങ്ക സ്പെസിഫിക് ആയിട്ട് എഴുതിയത് ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനം എന്നാണ്. അത് അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അല്ലടാ, മസാജും കാര്യങ്ങളൊക്കെ സെയിം തന്നെയല്ലേ? മസാജർ ചെയ്താ പോരെ? എഴുതിയാ മതി ഇനി. കഴിഞ്ഞോ? ഇല്ല, ഇനിയുണ്ട്. ഇനിയുണ്ടോ? ആ നമ്മൾ ഈക്വൽ ആണല്ലേ? ഓൻ 40 ആയിട്ട്. അടുത്ത നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇതാണ്. ഇതെങ്കിലും ശരിയാവണേ.
3, 2, 1, go. കണ്ടോ? സ്കേറ്റിംഗ് ബോർഡോ? സോ സിമ്പിൾ. ചെറിയ കുഞ്ഞി സാധനം. സിമ്പിൾ ആണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ ജുൻക സ്കേറ്റിംഗ് ബോർഡ് എന്ന് പറയാം. മിനി വേർഷൻ. മിനി വേർഷൻ. എല്ലാവരും കൺഫ്യൂഷനാ. അവളേട്ടൻ എഴുതാൻ പോകും. എഴുതി കഴിഞ്ഞു. ജുൻക അത് സ്പെസിഫിക് ആയിട്ട് എഴുതണം കേട്ടോ. അങ്ങനുണ്ട്. തെറ്റി പോയാൽ തീർന്നു. മാർക്ക് കിട്ടില്ല കാര്യം. ആനയൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഏകദേശം ഒരു സാധനം എഴുതാം. അത് ക്യൂട്ടായോണ്ടാ. റെഡി അല്ലേ? 2, 1 കാണിച്ചോ? നെയിൽ കാലിന്റെ ആ ഒരു കാലിന്റെ അടിഭാഗം മറ്റേ സ്ക്രബ് ചെയ്യുന്ന സാധനം. അതല്ല നെയിൽ ഷേപ്പ് ചെയ്യുന്ന സാധനം. നെയിൽ ഷേപ്പർ. എക്സ്പ്രഷൻ കണ്ടിട്ട് ശരിയാണെന്ന് തോന്നില്ലല്ലോ. ഇതോണ്ടോ എന്താ പറയാ, പ്രസ് ചെയ്ത് ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്ന സാധനം. ഞാനിത് ആദ്യം വിചാരിച്ച നെയിൽ പോളിഷ് റിമൂവർ ആണ്, പക്ഷെ ഞാൻ കയ്യിൽ ഇങ്ങനെ ആക്കിയപ്പോ ഇവിടെ എന്റെ ഇത് പോയി. അപ്പൊ മനസ്സിലായി നെയിലിന്റെ സാധനം. അപ്പൊ അവരും സല്ലുമാണ് correct ആയിട്ട് എഴുതിയത് അല്ലേ? ഞാൻ നാളെ ശരിയാക്കി ഗൈസ്. ഞാൻ 3 എണ്ണം. അടുത്തത് കഴിച്ച് നമ്മൾ വെക്കാൻ പോകുന്നത് ഇതാണ്. ഇതിന്റെ പ്രവർത്തനം എന്താന്നുള്ളത് താഴെ എഴുതി കാണിക്കാം. കാണിച്ചാൽ ഒരു നിർവാഹമില്ല. വെക്കാണേ. പറയുമ്പോഴേ കണ്ണോക്കാൻ പാടുള്ളൂ. 3, 2, 1 ഗോ. കണ്ണോർന്നോ? യൂസറോ? എന്താടാ അതിന്റെ മുകളിലുള്ള പേര് ഞങ്ങൾ മറക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണോ അതല്ല അതിന്റെ പേര്. അതെ, അത് ജസ്റ്റ് ബ്രാൻഡ് നെയിം മാത്രമാണ്. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഇത് തോന്നുന്നു ഞാൻ എഴുതി ഗൈസ്. കഴിഞ്ഞോ? 3 കഴിഞ്ഞോ? കഴിഞ്ഞോ? ഓക്കെ. ഓക്കേ. റെഡി? 3, 2, 1 കാണിച്ചോ? മെൻസ്ട്രൽ കപ്പ്. സ്റ്റെറിലൈസർ. സ്റ്റീം ചെയ്യുന്ന ആന സ്റ്റീം ചെയ്യുന്ന മെൻസ്ട്രൽ കപ്പ് സ്റ്റീം ചെയ്യുന്ന ക്ലീനർ. ക്ലീനർ. മൂന്ന് പേര് ഈ റൗണ്ട് റെഡി ആക്കിയിരിക്കുന്നത്. 3 പേർക്കും 5 പോയിന്റ്സ്. ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾ പക്ഷേ ഇത്ര ഫേസിൽ വലുത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇതില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾ മറ്റേതൊക്കെ എഴുതി കാവി പിടിക്കുന്ന സാധനം. അല്ല, ഫസ്റ്റ് ഓവർ ജ്യൂസർ. പക്ഷെ അവൻ പറഞ്ഞ പോലെ ജ്യൂസറിന്റെ ഒരു കട്ടുണ്ട്. ആ ഇല്ലേ? ആ മറ്റേ ഗ്ലാസ്സിൽ ആ അതന്നെ. പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ള എങ്ങനെ ഷേപ്പ് കാണുമ്പോ മനസ്സിലാവും. ഓക്കേ, അടുത്ത റൗണ്ട് പോലെ. യെസ്. ഗൈസ്, അടുത്തതായിട്ട് വെക്കാൻ പോകുന്നത് ഓക്കെ ആ കണ്ടാർന്നോ? ആ ഇത് ഞാൻ കാണാം. അതെ, അത് വേഗം അതെന്തായാലും അറിയുന്ന സാധനം തന്നെയാണല്ലോ. ആ ഓക്കെ. മെൻസ്ട്രുവൽ കപ്പ്. അവസാനത്തേക്ക് ഞങ്ങൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. Yes. Yes. നാണക്കേടില്ല guys. കേട്ടില്ല. ഇത് ഇവർക്ക് അറിയാമായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയായിരുന്നു. പിന്നെ എന്തായാലും അറിയാത്ത ഇനി ഉണ്ടോന്ന് ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത് ലാസ്റ്റ് റൗണ്ട് ആ ഇതാണ്. ആ, കഴിഞ്ഞതാ. ഇതുണ്ടോ? അതാണിത്. അപ്പൊ കൊടുക്കാം. ലാസ്റ്റത്തെ ആണ് സ്കോർ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്തോളൂ. വെച്ചോ? വെച്ചു കണ്ടോ? വളരെ ഈസി ആയിട്ടുള്ള സംഭവം. ലാസ്റ്റ് റൗണ്ട് ഞങ്ങൾ കുറച്ച് ഈസി ആക്കി തന്നതാ. അതെ. ഞാൻ കണ്ണടിക്കുന്നത്. ആ സാധനത്തിന് പേരും തരുന്നു. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നൊരു സാധനം ഇല്ലായിരുന്നു? പ്രവർത്തനം എഴുതിയാലും മതി. മതി. ആ ഓക്കെ. കഴിഞ്ഞോ? കാണിച്ചോ? 3, 2, 1 go.
ലോഷനും കാര്യങ്ങളൊക്കെ മറ്റേ തേക്കാനൊക്കെ എന്താണ് സ്പോഞ്ച് മറ്റേ ഫേസ് ഡാബ് ചെയ്യുന്ന സാധനം. Face dab ചെയ്യുന്ന സാധനം, ജുനു എന്താ എഴുതിയത്? അതന്നെ മറ്റേ ഇത് തേക്കാൻ മറ്റേ താക്കാൻ ലോഷൻ തേക്കാൻ Blender. അതെന്താ product? അല്ല ഇത് പൗഡർ ക്രീം ബ്ലെൻഡ് അതന്നെ Okay, 3 പേര് എഴുതിയത് correct ആണ്. അങ്ങനെ guys, മൊത്തം റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞ് ഇനി വിന്നർ നമുക്ക് അറിയാൻ ആകെ ഒരെണ്ണം തെറ്റിച്ച അവനാണ് കഴിച്ചത്. എന്നാലും നമുക്ക് മാർക്ക് ഒന്ന് കൗണ്ട് ചെയ്യാം. കൗണ്ട് ചെയ്തോ. 10 പൂജ്യം. 0 0 15 0 0 5 20 25 25 30 ടോട്ടൽ ജിൻകാക്ക് 30 മാർക്കാണ്. ഇനി അടുത്ത കാക്ക എന്റെ ആദ്യത്തെ റൗണ്ട് ഒക്കെ ദുരന്തമായിരുന്നെങ്കിലും പിന്നെ ഞാൻ എങ്ങനെയൊക്കെ തിരിച്ചു വന്നു ഗൈസ്. അപ്പൊ ഫസ്റ്റ് റൗണ്ട് 0 0 5 10 0 15 20 25 30 35 മാർക്ക്. കാക്ക സെക്കൻഡ് സ്ഥാനത്താണ് ഗൈസ്. ജിൻക തേർഡ് സ്ഥാനത്താണ്. ഫസ്റ്റ് അമലേട്ടൻ. മാർക്ക് എത്രയുണ്ട്? ഫസ്റ്റ് റൗണ്ട് 0 പിന്നെ 5 5 10 പിന്നെ 5 15 20 25 30 35 40 45 45 50 55 55 മാർക്ക് ഗൈസ്. ആകെ ഏതാ തെറ്റിച്ചത്? ഒന്നേ തെറ്റിച്ചിട്ടുള്ളൂ. ഫസ്റ്റത്തെ എന്റെ ദൈവമേ, first mark തെറ്റിച്ചുള്ളൂ. Very good. ഇനി ഞങ്ങൾക്ക് ഒരു ട്രീറ്റ് തന്നെയായിരിക്കും. ഇതൊക്കെ ശരിയാക്കി. ശരിയാക്കി നമുക്ക് ട്രീറ്റ് അപ്പൊ guys, അമലേട്ടനാണ് ഈ ഒരു അടിപൊളി ചാലഞ്ചിലെ വിന്നർ ആയിട്ടുള്ളത്. Well done, my boy. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ ഗെയിം കളിച്ചു. എല്ലാവർക്കും തുടക്കത്തിൽ ചെറിയൊരു പാളിച്ചകൾ ഞങ്ങള് നല്ല കൺഫ്യൂസിംഗ് ആയിട്ടുള്ള അതെ, സാധനം. ഞങ്ങൾ കുറച്ച് ടഫ് ആയിട്ടുള്ള സാധനങ്ങളാണ് അത്ര വെച്ചിട്ട്. എളുപ്പമുള്ളതൊന്നല്ല. അതൊന്നും ഇതുവരെ കാണാത്ത ചില സാധനങ്ങളാ. സാധനങ്ങൾ കണ്ടിട്ടേ ഇല്ല ഇതുവരെ. അപ്പൊ ഗൈസ്, ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ